നീ ഇത്ര കുഞ്ഞാവേടാ, നീ കുഞ്ഞാവേടാ, ആൾക്കാർ ചെയ്യുന്നതിന് ക്രെഡിറ്റ് എടുത്ത് ജീവിക്കുന്നവരാണ് നീ. ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. നീ കാണൂല, നീ കാണൂല. കാര്യം നീ ബ്ലൈൻഡ് ആണ്, അതൊന്നും നീ കാണൂല. ഇടിച്ചിരിക്കുമെന്നെ ഇടിച്ചിരിക്കും, സീറ്റോനെ ഇടിച്ചിരിക്കുമെന്നെ ഇടിച്ചിരിക്കും. അങ്ങനെ സിജോയെ തല്ലിയത് കാരണം റോക്കി പുറത്തേക്ക്. എനിവേ ബിഗ് ബോസ് മലയാളം 14 ദിവസം അഥവാ 15 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ. ഞായറാഴ്ച ദിവസത്തെ ലാലേട്ടൻ വന്നൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ അല്ലെ. നമുക്ക് ആ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. എന്നിട്ട് വേഗം നമുക്ക് ആ റോക്കി പുറത്തായ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇന്നലെ ലാലേട്ടൻ വന്ന ഉടനെ തന്നെ കാണുന്ന എന്താണ്, ജിൻഡോയും അപ്സരയും കോസ്റ്റ്യൂമൊക്കെ മാറി ഡാൻസ് കളിക്കാൻ ഇടയിരിക്കുന്നതാണ് അല്ലെ, ക്ലാസിക്കൽ ഡാൻസ്. അങ്ങനെ ജിൻഡോയോടും അപ്സരയോടും ലാലേട്ടൻ ഡാൻസ് പെർഫോം ചെയ്യാൻ പറയുന്നു. അവർ രണ്ടുപേരും ഡാൻസ് പെർഫോം ചെയ്യുന്നു. നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. ജിൻഡോ എന്ന് പറയുന്നത് തന്റെ പരിമിതികൾക്ക് അപ്പുറം നിന്നുകൊണ്ട് ഡാൻസ് കളിച്ചു എന്നുള്ളതാണ്. ലാലേട്ടൻ രണ്ടുപേരെയും അഭിനന്ദിക്കുകയും ചെയ്തു. ജിൻഡോക്ക് അതിനൊരു പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിൻഡോയെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിലേക്ക് എല്ലാവരും ഊക്കി തുടങ്ങിയ ഒരു ക്യാരക്ടറായിരുന്നു ജിൻഡോ അല്ലെ. പെട്ടെന്ന് പുറത്താവുന്നൊക്കെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെയായിരുന്നു പുള്ളിക്കാരൻ അടിണ്ടാക്കിക്കൊണ്ടിരുന്നത്, ചായ കിട്ടാത്തതിനൊക്കെ. പിന്നെ പതിയെ മുന്നോട്ട് പോയപ്പോൾ പുള്ളിക്കാരൻ ഒരു രസികൻ ക്യാരക്ടറായി മാറി എന്നുള്ളതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. പലരും ആഗ്രഹിക്കുന്നത് ജിൻഡോ 100 ദിവസം കൂടെ നിൽക്കണം എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് പുള്ളിക്കാരൻ വളർന്നു എന്നുള്ളതാണ്. നല്ലൊരു വളർച്ചയാണത്. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ സംഭവിക്കുന്ന എന്താണ്, കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റനെ കുറിച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നതാണ്. അപ്സരനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചതാണ്. അങ്ങനെ ഓരോരുത്തരും അപ്സരയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയാണ്. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് അപ്സര ഏറ്റവും നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലാലേട്ടൻ എന്തൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റനുള്ള അവാർഡ് പട്ടം അപ്സരയ്ക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ നടന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. അവിടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടക്കം എന്ന് പറയുന്നത്. ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ചത് ആരൊക്കെയാണ്? സിജോ, റോക്കി, പിന്നെ ഹൻസിബ. അങ്ങനെ 3 പേരും അവിടെ നിന്ന് മത്സരിക്കാൻ തുടങ്ങി. മത്സരം എന്തായിരുന്നു? 3 കളറുള്ള നിറച്ചൊരു ബോയാണ്. അതിൽ ഓരോ ബോയിലും 3 ചാവികൾ വീതമുണ്ട്. അത് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. എന്നിട്ട് തൊട്ട് മുന്നിൽ എന്താണ്, മണലിൽ നിറച്ച ടണലാണ്. അതിനുള്ളിൽ കൂടെ തുറന്ന് പോകണം. തുറന്ന് അപ്പുറത്ത് പോയിട്ട് ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടി തുറക്കണം. ഈ ബോയിലുള്ള 3 ചാവിലുള്ള ഏതോ ചാവിയാണ് ആ പെട്ടിക്ക് സൂട്ട് ആയിട്ടുള്ള ചാവി. ഭാഗ്യം കൊണ്ട് ചിലർക്ക് ആദ്യം കിട്ടുന്ന ചാവി അതിന്റെ ആയിപ്പോവും, ചിലർക്ക് ആദ്യം കിട്ടത്തില്ല, ചിലർക്ക് കിട്ടുന്ന അവസാനമായിരിക്കും. അത് ലക്ക് പോലെ ഇരിക്കും. എന്തായാലും ഈ ടാസ്കിൽ സിജോ വിജയിക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ എന്താക്കണം, അഭിനന്ദിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ സിജോയെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് അപ്പുറത്തുണ്ടായ റോക്കിക്ക് തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷമുള്ള റോക്കിയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് സിജോനോട് ഭയങ്കര ഈഗോ ക്ലാഷ് ഉള്ള രീതിയിലായിരുന്നു. ഇതിന് മുമ്പത്തെ ദിവസം, അതായത് ശനിയാഴ്ച ദിവസവും റോക്കി സിജോനോട് ഈഗോ ക്ലാഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? കഴിഞ്ഞ ആഴ്ച പവർ റൂമിലെ കീ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഭക്ഷണം കിട്ടാതായി അല്ലെ. കിട്ടാതായി എന്നല്ല, ഭക്ഷണം വൈകി. അത് കാരണമായി എല്ലാവരും സമരത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമരം ആരാണ് സംഘടിപ്പിച്ചതെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ സിജോ ആദ്യം കൈപൊക്കിയിരുന്നു. അതിനുശേഷം റോക്കിയും കൈപൊക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ സിജോ കൈപൊക്കിയത് റോക്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. റോക്കി അവിടെ പറഞ്ഞത് ഇത് ഞാനാണ് സംഘടിപ്പിച്ചത്, ഇതിനെ ക്രെഡിറ്റ് എടുക്കാൻ നീ വരണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിജോനായിട്ട് തല്ലുകൂടാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് കണ്ടോക്കാം. അല്ല, ഞാൻ പറഞ്ഞത് കള്ളമായി. എന്തുകൊണ്ടാണ് ഇത് സംഭവം വന്നു വെച്ചാൽ എന്നെ ടാർഗറ്റ് ചെയ്ത് വന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ്. അപ്പൊ നീ വന്നു പ്ലാൻ ചെയ്തതിനു ശേഷമാണ് അറിഞ്ഞത് സിജോ. പ്ലാൻ ചെയ്തതിന് ശേഷം സിജോ അറിഞ്ഞത്. സിജോ വന്ന് കൂടി. അത് ഓക്കെ. ഇത് സമരം പ്ലാൻ ചെയ്ത ക്രെഡിറ്റ് പോയിട്ട് എനിക്ക് ഓക്കെ. അതാണ് ഇത്ര ചെറിയ കാര്യത്തിലൊക്കെയാണ് റോക്കിക്ക് ഈഗോ ക്ലാസ് വരുന്നത്. അവളുടെ അതിന് ഈഗോ ക്ലാസ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോക്കി. അതിനുശേഷമാണ് ഈ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നതും. ആ ക്യാപ്റ്റൻസി ടാസ്കിലാണെങ്കിലും സിജോ വിജയിക്കുകയും ചെയ്തു. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, റോക്കിന്റെ ഈഗോ ക്ലാസ് അങ്ങ് കൂടി എന്നുള്ളതാണ്. എന്തായാലും സിജോ ക്യാപ്റ്റൻ ആയതിനു ശേഷം റോക്കിയുടെ ഒരു കഥാപ്രസംഗം ഉണ്ട് മക്കളെ, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. 9 നോമിനേഷനാണ് നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ. 9 പേര് എനിക്ക് എന്റെ വിശ്വാസത്തിലെടുത്ത് അല്ലെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട്. അതെന്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ല, അതെനിക്ക് നല്ലതുപോലെ അറിയാം. അതെനിക്ക് നന്നായിട്ട് അറിയാം. അർജുനോട് ചോദിക്കുന്നുണ്ട് എന്ത് തേങ്ങ ചങ്ങായി പറയണം എന്നുള്ളത്. അന്നേരം അപ്സര എന്താന്ന് വെച്ചാൽ പറഞ്ഞു പോയിക്കോട്ടെ അല്ലെ. അത്രയോടെ എല്ലാവരും അവിടെ റോക്കിനെ കാണുന്നുള്ളതാണ്. കാരണം എല്ലാവരും കച്ചറ ഉണ്ടാക്കി എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ അവിടെ ഉള്ളവരിക്കില്ലേ. എന്തായാലും ബാക്കിയാണ്ട് നോക്കാം. എന്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ല, എന്നെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധത്തില് ജയിക്കുന്നത് മാത്രമല്ല ഒരു യോദ്ധാവ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം അടുത്ത് വരാൻ പോകുന്ന യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. സോ ഞാൻ തോറ്റപ്പോഴത്തേക്ക് എന്നെക്കാളും വലിയ സങ്കടം ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുടെ മുഖത്തുണ്ടായിരുന്നു. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ ചെയ്യല്ലേ, ഇങ്ങനെയൊക്കെ കഥാപ്രസംഗം നടത്താൻ മാത്രം എന്താ സംഭവിച്ചെന്നുള്ളതാണ്. ഒരാൾ ക്യാപ്റ്റൻ ആയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഈഗോ ക്ലാസ് വരുത്തണം. ഇതിപ്പോ വന്ന് റോക്കിയുടെ സ്വഭാവം പെരുമാറ്റവും അതിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരു വ്യക്തിയോട് ഈഗോ ക്ലാസ് വെച്ച് പുലർത്താന്ന് പറയുന്നത് എത്രത്തോളം മോശം കാര്യമാണ്. ആസ് എ ബിഗ് ബോസ് പ്ലെയർ എന്ന രീതിയിൽ ഒരിക്കലും യോജിച്ചൊരു കാര്യമില്ലത്. എന്തൊക്കെയാലും പുള്ളിക്കാരൻ്റെ ഈ തട്ടിക്കയറുന്ന സ്വഭാവവും ഈഗോയും പുള്ളിക്കാരന് തന്നെ വിനായി മാറി എന്നുള്ളതാണ്. എനിവേ അതിലേക്ക് വരാം. ബാക്ക് ടു എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ഈ ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷം പിന്നെ സംഭവിച്ചെന്താണ്, ഈ ആഴ്ചത്തെ 2ാമത്തെ എവിക്ഷൻ പ്രക്രിയയാണ് അല്ലെ. ഇത്തവണ എവിക്ഷൻ എങ്ങനെയാണ് നടത്തിയത്?
എവിക്ഷൻ നോമിനേഷൻ ഇല്ലാത്ത മത്സരാർത്ഥികളുടെ കയ്യിൽ 2 കോടി അങ്ങ് കൊടുത്തു. ഒരു പച്ച കൊടിയും ഒരു ചുവപ്പ് കൊടിയും അല്ലേ. എന്നിട്ട് അതിൽ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ കൈ കൊണ്ടുപോയിട്ട് എന്താക്കണം, ചുവപ്പ് കൊടി കൊടുക്കണം. നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ കൈ കൊണ്ടുപോയി പച്ചക്കൊടി കൊടുക്കണം. അങ്ങനെ നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചുവപ്പ് കൊടി കൊണ്ട് കൊടുത്തത് സുരേഷ് ചേട്ടന്റെ കയ്യിലായിരുന്നു. അതിനുള്ള കാരണമായി എല്ലാവരും പറഞ്ഞത് പുള്ളിക്കാരന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ പുള്ളിക്കാരന് വീട്ടിൽ നിൽക്കാൻ ആപ്റ്റല്ല എന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു. സുരേഷ് ചേട്ടന്റെ സംസാരത്തിനും അത് വ്യക്തമാണ്. അങ്ങനെ അതിനുശേഷം പ്രേക്ഷക വിധി തീരുമാനവും സുരേഷ് ചേട്ടൻ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇന്നലത്തെ എവിക്ഷൻ ആരായി മാറാണ്, സുരേഷ് ചേട്ടനായിട്ട് മാറാണ്. പൊതുവെ എല്ലാ ആഴ്ചകളിലും ഓരോരോ എവിക്ഷൻ വെച്ചിട്ടാണ് ഉണ്ടാകാറ്. വളരെ അപൂർവമായിട്ടാണ് 2 എവിക്ഷൻ വരാറ് അല്ലേ. പിന്നെ ഈ ആഴ്ച നടന്ന 2 എവിക്ഷനും ആപ്റ്റ് ആയിട്ടുള്ള എവിക്ഷൻ തന്നെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിശാനയാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും പുറത്തു പോകേണ്ടവർ തന്നെയായിരുന്നു. അവർ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ അത് സംഭവിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നും എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ലാലേട്ടൻ പോയി. അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് പുതിയൊരു പ്രൊമോ പുറത്തു വിട്ടു എന്നുള്ളതാണ്. ആ പ്രൊമോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. നീ കാണൂല കാര്യം നീ ബ്ലൈൻഡ് ആണ്. അതൊന്നും നീ കാണൂല. ഓക്കെ, അപ്പൊ അതാണ് ആ പ്രൊമോയിൽ തന്നെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും സിജോന്റെ മുഖത്ത് റോക്കി കൈവച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഒന്നും നോക്കാനില്ല, പുള്ളിക്കാരൻ പുറത്താവുന്നുള്ളതാണ്. ബിഗ് ബോസ് എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷേ ഫിസിക്കൽ അസോൾട്ട് വെച്ച് ഓർപ്പിക്കില്ല എന്നുള്ളതാണ് അല്ലെ. ആ സംഭവമാണ് ഇപ്പൊ റോക്കി ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതോടുകൂടി റോക്കിയുടെ കാര്യം തീരുമാനമായി എന്നുള്ളതാണ്. പല തവണകളായി ബിഗ് ബോസ് റോക്കിക്ക് വാണിംഗ് കൊടുക്കുന്നത്. ഇതും കൂടി ആയ സ്ഥിതിക്ക് എന്തായാലും പുറത്താക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇതിനെല്ലാം ശേഷം മുൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നാദിറ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ ലൈവ് വീഡിയോ കണ്ടു നോക്കാം. ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ളത് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചത് വീട്ടിലെ മറ്റൊരു കുടുംബാംഗം എന്ന് പറയുമ്പോൾ സിജോവിനെ തല്ലിയതിന്റെ പേര്, ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ അസിറോക്കി വീടിന് പുറത്ത് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം അസിറോക്കി മുൻപ് വീട്ടിലെ പല കുടുംബാംഗങ്ങളോടും ഈ പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ട്, തല്ലും ആക്രമിക്കും എന്നൊക്കെ. അപ്പൊ ലാൽ സാർ കഴിഞ്ഞ എവിക്ഷൻ ഡേയിൽ പോലും പറഞ്ഞിരുന്നു അത്തരം ഭാഷകൾ ഒഴിവാക്കണം, സംസാരിക്കണം. പിന്നെ അതുപോലെ പുള്ളിക്കാരൻ എവിക്ഷൻ ഡേയിൽ കടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ, അങ്ങനെ നോമിനേഷനിലേക്ക് ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ആ നോമിനേഷൻ എത്തുന്നതിന് മുൻപ് തന്നെ, ജനങ്ങളുടെ വിധിക്ക് മുൻപ് തന്നെ ആ വീട്ടിലുണ്ടായ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ അസിറോക്കി അങ്ങനെ വീണ്ടും പുറത്താകുകയാണ്. അത് നമ്മളെല്ലാവരും എനിക്കൊന്ന് ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സും ഒക്കെ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ പറഞ്ഞു അസിറോക്കിയുടെ കുറച്ച് മോശമായ പ്രകടനത്തിൽ, അസിറോക്കിയുടെ ആക്രമിക്കൽ സ്വഭാവം അധികകാലം, പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറാണ്, പല രീതിയിലുള്ള വിഷയങ്ങൾ ഇടപെടുന്ന ഒരു നല്ലൊരു ഗെയിമറായിട്ടൊക്കെ പലരും കണ്ടു തുടങ്ങി. കാരണം ഈ പറഞ്ഞ വീടിനകത്ത് ഗബ്രി ജാസ്മിൻ വിഷയങ്ങളിൽ പിന്നെയെങ്കിലും കുറച്ചെങ്കിലും പ്രതികരിക്കുന്ന ഒരാൾ, പക്ഷെ പ്രതികരണത്തിന്റെ രീതി നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എങ്കിൽ പോലും പ്രതികരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെന്ന രീതിയിൽ പുള്ളിക്കാരൻ സപ്പോർട്ടൊക്കെ തുടങ്ങിയായിരുന്നു. പോളിംഗിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത്യാവശ്യം മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു പ്രവൃത്തി കാണിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ അത്തരം ഒരു പ്രവൃത്തി കാണിച്ചതിന്റെ പേരിൽ, സിജോന് തല്ലിയതിന്റെ പേരിൽ, അത് ടാസ്കിന്റെ ഇടയിലാണോ മറ്റെന്തെങ്കിലും വിഷയത്തിന്റെ ഇടയിലാണോ നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. എങ്കിൽ പോലും അസിറോക്കി നിലവിൽ വീട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ളൊരു വാർത്ത നമുക്ക് അറിയാൻ പറ്റി. ഇതൊരു വിഷമകരമായുള്ള വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനത്തെ ഫിസിക്കൽ അസോൾട്ട് നമുക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ കാലത്തും ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നവർ പുറത്താക്കിയ ചരിത്രം കൂടി ബിഗ് ബോസ് ഉണ്ട്. എന്നാൽ ഈ ഇത്രയും പേര് ബിഗ് ബോസിനെ ഹെവി സീരി മുഴുവനും കാണാതെ പഠിച്ചിട്ട് ഗെയിം കളിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരം ഗെയിം കളിക്കുന്ന ആളുകൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഗെയിം പഠിച്ചു വന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം ഫിസിക്കൽ അസോൾട്ട് പാടില്ല, അല്ലെങ്കിൽ ഇത്തരം ഭാഷകൾ പ്രയോഗിക്കാൻ പാടില്ല. ഇവൻ ലാൽ സാർ പോലും പുള്ളിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംസാരിക്കരുത്, കുറച്ചും കൂടി മാന്യമായ രീതിയിൽ എതിർക്കാം, തർക്കിക്കാം, വെർബലി അറ്റാക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ അങ്ങനത്തെ സമയങ്ങളിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ കുറച്ചും കൂടി എടുക്കേണ്ട സാമാന്യ മര്യാദ അസീറോക്കി എടുത്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് റോക്കി പുറത്തായെന്ന് തന്നെയാണ് അല്ലെ. തള്ളിയിട്ടുണ്ടെങ്കിൽ റോക്കി പുറത്താവാൻ ഡിസേർവിംഗ് തന്നെയാണ്. നമ്മൾ മുമ്പ് ഒരുപാട് വട്ടം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്, റോക്കിയുടെ സ്വഭാവം നല്ലതല്ല എന്നുള്ളത്. ഇപ്പൊ അത് കാരണം തന്നെ പുറത്താവാൻ പോകുന്നുള്ളതാണ്. ഇത്രയും കാലം റോക്കിന് ആളുകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. റോക്കിന്റെ സ്വഭാവത്തിന് വലിയ പ്രശ്നമൊന്നും ആളുകൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം എന്തായിരുന്നു, ജാസ്മിനും ഗബ്രിക്കും എതിരായിരുന്നു റോക്കി സ്വഭാവം പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് വെറുപ്പിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ ക്യാരക്ടറിന് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതുവരെ. പക്ഷെ അവരിൽ നിന്ന് ഫോക്കസ് മാറി നേരെ സിജോയിലേക്ക് തിരിഞ്ഞപ്പോൾ ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. ഇവരെന്തിനാണ് ഓവർ ആവുന്നത്. പിന്നെ ശരീരത്തിൽ കൈകടത്തും കൂടി ചെയ്തപ്പോൾ പിന്നെ പറയണ്ടല്ലോ, കൺഫേം ആയി ആളുകൾ മൊത്തം ഇവനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നോക്കിയിട്ട് നാളെ റോക്കി പുറത്താവുന്നുള്ളത് തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊമോ വെച്ചാൽ പുറത്തു വിടില്ലല്ലോ. പുറത്താക്കാനുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പ്രൊമോ പുറത്തു വിട്ടത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റോക്കി നാളെ പുറത്തു പോകുന്നുള്ളത്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം. എന്റെ അഭിപ്രായത്തിൽ പല വിഷയങ്ങളിലും ശബ്ദം ഉയർത്തിയത് റോക്കി ആയിരുന്നു. റോക്കിയുടെ സാന്നിധ്യം പലപ്പോഴും ഈ ബിഗ് ബോസ് ഹൗസിൽ ആവശ്യമായി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാകും, സ്വഭാവം അതിര് കടക്കുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. എന്തായാലും ഫിസിക്കൽ അസോൾട്ട് നടത്തിയെന്ന് തെളിയുന്ന പക്ഷം റോക്കി പുറത്ത് പോകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുതിയ ചാനലാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂലല്ലോ. അപ്പൊ അടുത്ത എപ്പിസോഡ് റിവ്യൂമായി വീണ്ടും കാണാം.